അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം ഏറെ നെട്ടലോടുകൂടിയാണ്, ഏറെ സങ്കടത്തോടു കൂടിയാണ് 8ാം ക്ലാസ്സുകാരിയായ നിസാമഹിൻ്റെ ആത്മഹത്യയുടെ വാർത്ത നാം കേട്ടത്. TV കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ പരീക്ഷയായതിനാൽ സമയം കഴിഞ്ഞ് TV കാണാമെന്നായിരുന്നു നിസയോട് തൻ്റെ കുടുംബം പറഞ്ഞത്. പക്ഷേ ഈ മനോവിഷമത്തിൽ മനംനൊന്തുകൊണ്ടാണ് നിസ ആത്മഹത്യ ചെയ്തത്. ഇന്ന് ഇത്തരം പ്രായക്കാരുടെ ആത്മഹത്യ കൂടി വരികയാണ്. നമ്മുടെ വീടുകളിലും ഈ പ്രായമുള്ളവരും ഇതിനേക്കാൾ പ്രായം കുറഞ്ഞ പൊന്നുമക്കളുണ്ട്. ഇന്ന് പാരൻസ് അവർ ആവശ്യപ്പെടുന്നതെല്ലാം തന്നെ അതാത് സമയങ്ങളിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ എല്ലാം അപ്പോൾ തന്നെ കിട്ടിയ ഒരു മനസ്സാണ് അവർക്ക്. അതുകൊണ്ട് ഒന്നും വൈകിയാൽ അവർക്ക് അത് സ്വീകരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. ഇന്ന് 1-2 മക്കളില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ സാധനങ്ങളും അപ്പോൾ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ വാങ്ങിക്കൊടുക്കും. പിന്നെ കുട്ടി വയസ്സാകും തോറും, വയസ്സ് കൂടുന്തോറും നമുക്ക് എല്ലാ കാര്യങ്ങളിലും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ചെറുപ്പത്തിൽ പറഞ്ഞതുപോലെ എസ് മാത്രം പറയാൻ പറ്റണമെന്നില്ല. പിന്നെ നമ്മൾ നോ പറയേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഈ സമയങ്ങളിൽ അവർക്ക് പെട്ടെന്നുണ്ടാവുന്ന ഈ സംഘർഷങ്ങൾ അവർക്ക് ഒരിക്കലും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന പൊന്നു മക്കൾക്ക് നമ്മൾ എല്ലാം അപ്പോൾ തന്നെ വാങ്ങിക്കൊടുക്കുന്ന ഈ ശീലം മാറ്റി നല്ല രീതിയിൽ ഒരു നല്ല റൂട്ടിലൂടെ അവരെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അതെന്ന് വിചാരിച്ച് എല്ലാ കാര്യത്തിലും നോ പറയണമെന്നോ ഒന്നുമല്ല. നമ്മൾ എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ നല്ല വ്യക്തമായി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ പൊന്നുമക്കളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇനിയും ഇത്തരം മരണങ്ങളിൽ നിന്ന് നമ്മുടെ പൊന്നുമക്കളെ കാക്കട്ടെ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.